ഒരു സംഭവം പറഞ്ഞുതരാമേ. 2003 ബെൽജിയത്തിൽ ഒരു ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വോട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു കാൻഡിഡേറ്റിന് മാത്രം വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഒരു 4,096 വോട്ട് അധികം ലഭിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള പോലെ കോഴയാണോ അല്ല കൈക്കൂലി കൊടുത്തതാണോ അല്ലെങ്കിൽ വോട്ട് അട്ടിമറിയാണെന്നൊക്കെ അവരും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിലെ അന്വേഷണം ചെന്ന് നിന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തിലായിരുന്നു. ഭൂമിയിലുള്ള ഒരു സാധനമല്ല ഇയാൾക്ക് ഈ 4,096 വോട്ട് അധികം കിട്ടാനുള്ള കാരണം. അത് ഭൂമിക്ക് വെളിയിൽ ബഹിരാകാശത്ത് നിന്ന് വന്നൊരു സാധനം കാരണമാണ്. ഏലിയൻസ് ആണെന്നോ സൂപ്പർ നാച്ചുറൽ പവർ ആണെന്നൊന്നും വിചാരിക്കേണ്ട. ബഹിരാകാശത്ത് നിന്ന് വന്ന ഒരു കോസ്മിക് റേ അല്ലെങ്കിൽ ഒരു കോസ്മിക് കിരണമാണ് ഇയാൾക്ക് 4,096 വോട്ട് അധികം കിട്ടാനുള്ള കാരണം. കൺഫ്യൂസ്ഡ് ആയില്ലേ? പറഞ്ഞുതരാം. അതായത് സൂര്യൻ, നക്ഷത്രങ്ങൾ, ബഹിരാകാശത്ത് നടക്കുന്ന സ്ഫോടനങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കോസ്മിക് കിരണങ്ങൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഈ കോസ്മിക് റേസ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വന്ന് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഹൈ എനർജി പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് എന്നൊക്കെ. ഇത്തരത്തിലുള്ള ഹൈ എനർജി പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യും. ഈ ഹൈ എനർജി പാർട്ടിക്കിൾസ് ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ താഴെ എത്തി നമ്മുടെയൊക്കെ ഇലക്ട്രോണിക് ഡിവൈസുകൾ, ഫോണ്, കമ്പ്യൂട്ടർ പോലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളിലുള്ള സെമി കണ്ടക്ടർ ചിപ്പിൽ വന്ന് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് അതിലൊരു ചെറിയൊരു ചാർജ് ഡിപ്പോസിറ്റ് ചെയ്യും. നിങ്ങൾ ഈ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് സീറോസ് ആൻഡ് വൺസിലാണെന്ന്. ഇതിൽ സീറോസ് ആൻഡ് വൺസ്, അതിനെയാണ് ഓരോ ബിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലേതെങ്കിലും ഒരു ബിറ്റിന് ഈ ചാർജ് ഫ്ലിപ്പ് ചെയ്യും. അതായത് 0 ആണെങ്കിൽ അതിനെ 1 ആക്കും, 1 ആണെങ്കിൽ അതിനെ 0 ആക്കും. ആസ് എ റിസൾട്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഏതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ക്രാഷ് ആവും, അല്ലെങ്കിൽ അതിലുള്ള ഒരു ഡാറ്റ കറപ്റ്റ് ആയി പോകും. ഇതിന് പറയുന്ന പേരാണ് സോഫ്റ്റ് എറർ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ സിംഗിൾ ഇവന്റ് അപ്സെറ്റ് അല്ലെങ്കിൽ SEU. ആൻഡ് ഇങ്ങനെ ബഹിരാകാശത്ത് നിന്നുള്ള ഒരു കോസ്മിക് റേ കാരണം ഉണ്ടായിട്ടുള്ള ഒരു സിംഗിൾ ഇവന്റ് അപ്സെറ്റ് കൊണ്ടാണ് ബെൽജിയത്തിൽ നിന്ന് ഒരാൾക്ക് 4,096 വോട്ട് അധികം കിട്ടിയത്. പക്ഷേ ഈ സിംഗിൾ ഇവന്റ് അപ്സെറ്റ് കൂടുതലായിട്ട് സംഭവിക്കുന്നത് ഈ ഭൂമിയിലുള്ള സാധനങ്ങളെക്കാൾ ആകാശത്ത് പോകുന്ന സാധനങ്ങളൊക്കെ. ഫോർ എക്സാമ്പിൾ സ്പേസ് ക്രാഫ്റ്റ്, എയറോപ്ലെയിൻസ്, അതുപോലെ സ്പേസ് സ്റ്റേഷൻസിലൊക്കെ. അതുകൊണ്ട് തന്നെ ഈ സ്പേസ് സ്റ്റേഷൻസ്, സ്പേസ് ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന എഞ്ചിനീയേഴ്സ് അതിലെ കമ്പ്യൂട്ടേഴ്സിനെ ഇതുപോലെ കോസ്മിക് റേ പ്രൂവ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ECC RAM, എറർ കറക്ഷൻ കോഡ് റാംസ് എന്ന് പറയും. നമ്മുടെ വലിയ വലിയ സെർവറുകൾ, ഡാറ്റാ സെന്റേഴ്സ്, അതുപോലെ തന്നെ സയന്റിഫിക് സിസ്റ്റംസിലും സ്പേസ് സ്റ്റേഷൻസിലൊക്കെ ഈ ECC RAM ഉപയോഗിക്കാറുണ്ട്. ECC RAM എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ എവിടെയെങ്കിലും ഒരു ബിറ്റ് ഫ്ലിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് അതിനെ ശരിയാക്കും. ആൻഡ് ഇതൊക്കെ നമ്മുടെയൊക്കെ ഡിവൈസുകളിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയറാണ്, പക്ഷെ പോസിബിൾ ആണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകും. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു ഗ്ലിച്ചോ ചെറിയൊരു ഡാറ്റ ലോസോ ഒക്കെ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ക്രാഷ് ആവുമോ, ഏതെങ്കിലും ഒരു ഫയൽ കറപ്റ്റ് ആവുമോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോസ്മിക് റേ കാരണമാണ്, ഇത് കുഴപ്പമൊന്നുമില്ലൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം മൊത്തത്തിൽ അടിച്ചു പോയി കഴിയുമ്പോഴായിരിക്കും, മൂഞ്ചിക്കുത്തി ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും മനസ്സിലാക്കുന്നത് ഇത് കോസ്മിക് റേ കാരണമൊന്നുമല്ല, സ്വന്തം കയ്യിലിരിപ്പ് കാരണമാണെന്ന്. അതുകൊണ്ട് ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ശരി, എന്നാൽ ബൈ, ടാറ്റ.